നമസ്കാരം. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നിലമ്പൂരിൽ കൊട്ടിക്കലാശം മറ്റന്നാളാണ് നടക്കാനിരിക്കുന്നത്. പക്ഷേ ഇന്ന് തന്നെ ഒരു കൊട്ടിക്കലാശത്തിന്റെ പ്രതീതി മണ്ഡലത്തിൽ ഉളവാക്കാൻ PV അൻവറിന് സാധിച്ചു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. അതായത് നിലമ്പൂർ മണ്ഡലത്തിൽ ഇന്ന് PV അൻവറിന് വോട്ട് തേടിക്കൊണ്ട് യൂസഫ് പട്ടാൻ എത്തുന്നു. TMCയുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായ യൂസഫ് പട്ടാൻ, ക്രിക്കറ്ററും തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവുമൊക്കെയായ യൂസഫ് പട്ടാൻ എത്തുന്നു എന്ന ഒരു അറിയിപ്പ് നേരത്തെ തന്നെ വന്നിരുന്നു. യൂസഫ് പട്ടാൻ ഏതാണ്ട് 20-22 കിലോമീറ്റർ നീളുന്ന ഒരു വലിയ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നു എന്നും പറഞ്ഞിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ റോഡ് ഷോ അത്ര വലിയ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ട അത്രയും വലിയ ചാനലുകളൊക്കെ ഇത് ലൈവായി തന്നെ സംപ്രേഷണം ചെയ്തിരുന്നു. അത്ര വലിയ ഒരു റോഡ് ഷോ നടക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രത്യേകിച്ചും നിലമ്പൂരിലെ UDFും LDFും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഇരു മുന്നണികളുടെയും പ്രതീക്ഷകളെ കടത്തിവെട്ടുന്ന, ഇരു മുന്നണികളെയും ഞെട്ടിപ്പിക്കുന്ന ഒരു റോഡ് ഷോയാണ് PV അൻവർ നിലമ്പൂർ മണ്ഡലത്തിൽ നടത്തിയത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇത് ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. ഉപതെരഞ്ഞെടുപ്പാകുമ്പോൾ ഈ പറയുന്ന ശക്തി പ്രകടനങ്ങളിലും അതുപോലെ തന്നെ റോഡ് ഷോയിലും ഒന്നും വലിയ കാര്യമില്ല. ഇതിലൊക്കെ പങ്കെടുക്കുന്നത് മണ്ഡലത്തിൽ നിന്ന് പുറത്തുള്ളവരായിരിക്കും. അങ്ങനെ ഉള്ളവരെ കൊണ്ട് ഈ റോഡ് ഷോ നടത്തിയത് അതുകൊണ്ട് വോട്ടിൽ പ്രതിഫലിക്കില്ല. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. കഴിഞ്ഞ 2 തവണയും സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയിരുന്നുവെങ്കിൽ പോലും LDFിൻ്റെ എല്ലാവിധ പിന്തുണയും PV അൻവറിനൊപ്പം ഉണ്ടായിരുന്നു. LDFിൻ്റെ എല്ലാവിധ സംഘടനാ സംവിധാനങ്ങളും PV അൻവറിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. PV അൻവർ ഒറ്റയ്ക്കാണ്. ഒരു മുന്നണിയുടെയും സഹായമില്ല. സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. അക്ഷരാർത്ഥത്തിൽ സ്വതന്ത്രനുമാണ്. അങ്ങനെയുള്ള PV അൻവറിന് ഇത്രയും വലിയ ഒരു റോഡ് ഷോ സംഘടിപ്പിക്കാൻ സാധിച്ചത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള PV അൻവറിന് ഈ നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രമാണ് ഇത്രയും വലിയ സ്വാധീനമുള്ളത്. നിലമ്പൂരിന് പുറത്ത് നിലമ്പൂരിനുള്ള അത്രയും സ്വാധീനം PV അൻവറിനില്ല. അതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവായിരിക്കുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. ഇതുകൊണ്ടാണ് PV അൻവറിൻ്റെ ഈ റോഡ് ഷോയെ UDF ഭയക്കുന്നത്. UDF എന്തുകൊണ്ട് ഭയക്കുന്നു എന്ന് ചോദിച്ചാൽ, PV അൻവർ വിജയിക്കാതിരിക്കുകയും എന്നാൽ കൂടുതൽ വോട്ട് നേടുകയും ചെയ്താൽ തീർച്ചയായും അത് ഇടതുമുന്നണിക്ക് ഒരു അനുകൂല സാഹചര്യം ഉണ്ടാക്കും. അതൊരു പക്ഷേ UDFിൻ്റെ വിജയത്തെയോ അല്ലെങ്കിൽ ഭൂരിപക്ഷത്തെയോ ഒക്കെ ബാധിച്ചുവെന്ന് വരാം. ഒരുപക്ഷെ LDFിൻ്റെ സ്ഥാനാർത്ഥിക്ക് അട്ടിമറി വിജയം നേടിക്കൊടുത്തുവെന്ന് വരാം. ഈ ഒരു സാഹചര്യം മണ്ഡലത്തിൽ ഉണ്ടാകാതിരിക്കാനാണ് കോൺഗ്രസും UDFും കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കന്മാരുമെല്ലാം നേരത്തെ തന്നെ ശ്രമിച്ചിരുന്നത്. പക്ഷേ VD സതീശൻ്റെ ഒരു കടുംപിടുത്തം കാരണം, രാഹുൽ ഗാന്ധിയുടെ കടുംപിടുത്തം കാരണം ആ മണ്ഡലത്തിൽ PV അൻവറിനെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ PV അൻവറിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതിന് പകരം വീട്ടും എന്ന് തെളിയിക്കുകയാണോ PV അൻവർ എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും PV അൻവറിൻ്റേത് തരക്കേടില്ലാത്ത ഒരു റോഡ് ഷോ തന്നെയായിരുന്നു ഇന്ന് നടന്നത്. ഇന്നൊരു കൊട്ടിക്കലാശത്തിൻ്റെ പ്രതീതി ഉണർത്താൻ PV അൻവറിന് സാധിച്ചു. കിലോമീറ്ററുകൾ നീളുന്ന റോഡ് ഷോയിൽ 100 കണക്കിന് വാഹനങ്ങളും 1000 പ്രവർത്തകരും പങ്കെടുത്തു എന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് അതേ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധി പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ രണ്ടുപേരുടെയും റാലികളും റോഡ് ഷോയുമെല്ലാം അൻവറിൻ്റെ റോഡ് ഷോയ്ക്ക് മുന്നിൽ നിറം മങ്ങിപ്പോയി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. തീർച്ചയായും ഇത് നേരത്തെ പറഞ്ഞതുപോലെ സംഘടിപ്പിക്കുന്നത് UDF കേന്ദ്രങ്ങളിലാണ്. പ്രത്യേകിച്ചും ഒരു വലിയ സന്ദേശം ഒക്കെ ആ മണ്ഡലത്തിൽ സ്പ്രെഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് മുൻകാലങ്ങളിൽ എന്നതുപോലെ മുസ്ലിം ലീഗിൻ്റെ പിന്തുണ PV അൻവറിനാണോ എന്ന ചോദ്യം പലരും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. PV അൻവറിന് മണ്ഡലത്തിൽ വലിയ സ്വാധീനമുണ്ടെന്നും ആ സ്വാധീനത്തോടൊപ്പം കൂടുതൽ ജനങ്ങൾ എത്തുമെന്നും ഈ റോഡ് ഷോയിലൂടെ തെളിയിക്കുകയാണ് എന്നുള്ള വിലയിരുത്തലുകൾ വന്നിട്ടുണ്ട്. എന്തായാലും PV അൻവറിനെ ഒപ്പം നിർത്താത്തത് അബദ്ധമായി പോയി എന്ന് UDFിലെ ചിലരെങ്കിലും ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാകാം. ഒരുപക്ഷെ PV അൻവറിന് വിജയിക്കാൻ തക്ക വോട്ടുകൾ കിട്ടിയില്ലായിരിക്കാം. പക്ഷേ അത് ഇടതുമുന്നണിയുടെ അല്ലെങ്കിൽ LDFിൻ്റെ വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചാൽ UDFിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ രാഷ്ട്രീയ പരാജയമായി മാറും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.